തലമുടി വളരാനും കൊഴിയാതിരിക്കാനും ഇനി പെട്രോൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ് വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല. എണ്ണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് എടുത്തത് ഒരു പിടി തുളസിയിലയാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു പിടി കറിവേപ്പിലയാണ്. അപ്പോൾ വാങ്ങിയത് ഉപയോഗിക്കുമ്പോൾ അത്രത്തോളം എഫക്റ്റീവ്നെസ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ പറിച്ച് തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പം ഈ വെളിച്ചെണ്ണ തേച്ചാൽ നിങ്ങളുടെ മുടി ഭ്രാന്ത് പോലെ വളരും, പനങ്കൊല പോലെ ആവുന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഉള്ള മുടി കൊഴിയാതിരിക്കാനും കൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി കിളിർക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രസവം കഴിഞ്ഞിട്ടിരിക്കുന്നവർക്കാണെങ്കിലും ധാരാളം മുടി കൊഴിച്ചിലുണ്ടാവും. അപ്പോൾ ആ മുടി കൊഴിച്ചിലൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ സഹായിക്കുന്നുള്ളത് 100% ഉറപ്പ് തരാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എടുക്കുന്നത് കുറച്ച് പൂവാണ്, ചെമ്പരത്തി പൂവാണ്. ഒരു 3-4 ചെമ്പരത്തി പൂവേ നമ്മൾ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് അതിൻ്റെ ഇലയും എടുത്തിട്ടുണ്ട്, ഒരു തിരൾ ഇല. പിന്നെ നമ്മൾ എടുക്കുന്നത് പനിക്കൂർക്കയിലയാണ്, അതും 2-3-4 ഇതളെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ എടുക്കുന്നത് ആടലോടകത്തിൻ്റെ ഇലയാണ്. അപ്പോൾ ഇതാണ് ആടലോടകത്തിൻ്റെ ഇല. അപ്പോൾ ഇത് വളരെ ഔഷധ ഗുണമുള്ളതാണ്, ഹെയറിൻ്റെ ഗ്രോത്തിന് നല്ലോണം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളതാണ് കഞ്ഞുണ്ണി, കയ്യോന്നി, ഭൃംഗരാജ എന്നൊക്കെ പറയുന്ന കഞ്ഞെണ്ണ. അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. മുടി വളരുന്നത് വളരെ ഹെൽപ്ഫുള്ളാണിത്. അപ്പോൾ ഇത് കുറേ എടുത്താൽ എണ്ണയ്ക്ക് നല്ലൊരു ബ്ലാക്ക് കളർ വരും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പൂവാങ്കുറുന്നിലിൻ്റെ 2-3 തിരളാണ്. കുഞ്ഞുങ്ങൾക്ക് കൺമഷിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ നാരങ്ങനീര് മുക്കിയിട്ട് വൈറ്റ് തുണിയിൽ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടൊക്കെയാണ് കൺമഷി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കറ്റാർ വാഴയാണ്. അപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, കറ്റാർ വാഴയും ഹെയർ ഗ്രോത്തും. അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ എല്ലാ ചെടികളും കൂടി മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. കറ്റാർവാഴയുടെ ജെല്ലാണ് എടുത്തിട്ടുള്ളത്. മഴക്കാലത്ത് എല്ലാവരുടെയും പ്രശ്നമാണ് ഇങ്ങനത്തെ വെളിച്ചെണ്ണയൊക്കെ തേക്കുമ്പോൾ നീരിറങ്ങുക, ജലദോഷവും പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ അതൊന്നും ഇല്ലാതെ എങ്ങനെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ പറയണത്. വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നില്ല, ചില പാകപ്പിഴ കൊണ്ടാണ് ഇങ്ങനെ നീരിറക്കമൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, 100% ഉറപ്പാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ഒരു പഴയ പാത്രമാണ് എടുത്തത്. ഇതാണ് ഞാൻ എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തത്. ആ വെളിച്ചെണ്ണ ഏകദേശം നല്ല ചൂടായി വരുമ്പോഴാണ് നമ്മൾ അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന ഇലകളൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ഇതേപോലെ ബബിൾസ് ഉണ്ടായി തുടങ്ങും കേട്ടോ. അപ്പോൾ ഇനി എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു പ്രോപ്പർ പാകമാകുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മളത് ഓഫാക്കാൻ പാടുള്ളൂ. ഒരു ചെറു തീയിൽ വേണം ഇത് ചൂടാക്കി എടുക്കാനായിട്ട്. ഈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. അപ്പോൾ ചെറു ചൂടിൽ ഇതേപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ബബിൾസ് നിൽക്കുന്ന സമയത്താണ് വെളിച്ചെണ്ണ പ്രോപ്പറായിട്ട് പാകാവുക. അപ്പോൾ അതിൻ്റെ മുൻപ് നിങ്ങൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നീരിറക്കമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദം വരും, നല്ലോണം വെന്തിട്ടുള്ളൊരു ശബ്ദം വരും. ആ ശബ്ദം വരുമ്പോഴാണ് വെളിച്ചെണ്ണ പാകമായി എന്ന് അറിയാൻ പറ്റുക. അപ്പോൾ അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതിൽ കൂടുതൽ വെച്ചാൽ വെളിച്ചെണ്ണ കരിഞ്ഞു പോകും, അപ്പോൾ അതിൻ്റെ സത്തൊക്കെ പോകും. അപ്പോൾ ഏകദേശം ഇതേപോലെ ബബിൾസൊക്കെ നിൽക്കുന്നു വരുമ്പോൾ നിങ്ങൾക്ക് തീ ചെറുതായിട്ട് വീണ്ടും കുറയ്ക്കാം. എന്നിട്ട് അതേപോലൊരു ശബ്ദം വരും കേട്ടോ. ഇതിങ്ങോട്ട് ഇങ്ങനെ നീക്കി വയ്ക്കുമ്പോൾ അതാണ് അതിൻ്റെ ഒരു പാകം. പിന്നെ നമ്മൾ ഇടുന്നത് ഒരു സ്പെഷ്യലാണ്, കുറച്ച് കരിഞ്ജീരകം. മുടിയുടെ വളർച്ചയ്ക്ക് വളരെ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. മുടി നന്നായിട്ട് കറുക്കാനും നീളം വയ്ക്കാനും ഉള്ളു വയ്ക്കാനൊക്കെ നല്ലതാണ്. പിന്നെ ഇടുന്നതാണ് കുറച്ച് കുരുമുളക് ഇടുന്നുണ്ട്. ഈ കുരുമുളക് ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുരുമുളക് ഇട്ട് വെച്ചാൽ വെളിച്ചെണ്ണ കേടാവില്ല, നമുക്ക് നീരിറക്കം അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഉലുവ കൂടി ചേർത്തിട്ടുണ്ട്, അതും ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഇത് 3ഉം ലാസ്റ്റേ ചേർത്തിട്ടുള്ളൂ, ആദ്യമേ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം ഈ നമ്മൾ ബോട്ടിലേക്ക് എടുത്ത് വെക്കുമ്പോൾ കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ 2-3 കുരുമുളകിൻ്റെ നമ്മൾ ഇട്ടില്ലേ അതും കൂടി വെളിച്ചെണ്ണയുടെ ഒപ്പം ചേർക്കുക. ബാക്കിയുള്ള ഈ ഇലയുടെ അംശങ്ങളൊന്നും വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുപ്പിയിലെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ കുരുമുളക് ഉണ്ടെങ്കിൽ തന്നെ കുറേ കാലം ഇത് കേടുകൂടാതിരിക്കും. ഞാനൊരു വർഷത്തോളം വരെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം തീരെ ജലാംശമില്ലാത്ത കുപ്പീൻ്റെ പാത്രത്തിൽ വെളിച്ചെണ്ണ എടുത്ത് വെക്കുക, കുറേ കാലം നമുക്ക് യൂസ്ഫുള്ളായിരിക്കും. ജലദോഷം, നീരിറക്കം അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവില്ല.
ഹെയർ ഗ്രോത്തിനും നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പ്രസവം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന മുടി കൊഴിച്ചിലിനൊക്കെ ഒരു നല്ല പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വെളിച്ചെണ്ണ ഡെയിലി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ പറ്റാവുന്നവർക്ക് അരമണിക്കൂർ തലയിൽ പിടിപ്പിച്ചിട്ട് ഏതെങ്കിലും മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഉപയോഗിച്ചാൽ മതി. എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്, കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഈ ഒരു വെളിച്ചെണ്ണ തേച്ചുകൊണ്ട് മാത്രം മുടി നന്നായിട്ടുണ്ടാവില്ല. പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കണം. നല്ല ഹെൽത്തി ഫുഡ്, വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കണം. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് നെല്ലിക്ക, ഇതൊക്കെ ഹെയർ ഗ്രോത്തിന്, നെല്ലിക്ക, മുരിങ്ങയില, അതൊക്കെ ഹെയർ ഗ്രോത്തിന് നല്ലോണം ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെയും കൂടി ചെയ്യണം കേട്ടോ ഇതിൻ്റെ കൂടെ. അപ്പം എല്ലാവർക്കും ഇതേപോലെ നമ്മളൊരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.